ഹലോ ഗീസ്, നമ്മളിന്ന് ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പോകണം. കഴിക്കണ സാധനമാണ്. നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അത് പേര് അല്ലെങ്കിലും അതിന് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ബനാന സ്നാക്സ് എന്നൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ പഴം വെച്ചൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്താണ് ഇതുപോലത്തെ നമ്മൾ ബൗളിൽ ഇതുപോലെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇതാരും കാണാണ്ടാണ് ഞാൻ ചെയ്യണത്. അമ്മയും അച്ഛനും അവിടെ ഒടുക്കത്തെ TV ആണല്ലോ, സിനിമ കാണലൊക്കെയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പണിയിലോട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളത് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. ഫുള്ള് ഉറുമ്പ് കടിച്ചാണ് ഗൈസ്. അതൊക്കെയാണ് ആ സൈഡാണ് നമ്മൾ മുറിച്ച് കളയണം. നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെ ഭയങ്കര സിനിമയാണ്. വെനസ്ഡേ തന്നെയാണ്, കാരണം പുതിയ സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഈ ഉറുമ്പൊക്കെ കടിച്ചു പോയ പഴമൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്യിക്കണ സാധനം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഗൈസ്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ ഈ സൈഡ് കട്ട് ചെയ്യാം. അങ്ങനെ ഈ സൈഡും കട്ട് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കണ്ടോ ഭയങ്കര ഉറുമ്പാണ് ഗൈസ്. ആ സൈഡും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അകത്തൊന്നും ഉറുമ്പില്ലാണ്ട് സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ജാം എടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ജാം എടുത്തേക്കണം. ഈ ജാം എടുത്ത് നമുക്ക് ഈ പഴത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ ഭയങ്കര ശബ്ദമാണ്, സിനിമ തന്നെയാണ്. അപ്പോൾ ഞാൻ സ്പൂൺ എടുത്തിട്ടില്ല, സ്പൂൺ എടുത്തുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ജാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇത് ഏത് ജാമാണെന്ന് വെച്ചാൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ്. നല്ല ബബിൾ ഗത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഫുള്ള് ഇതിനകത്തോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ജാം മതിയാവും. ഇത്രയും മതി ഗൈസ്. നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ടൊക്കൊന്ന് അടിക്കാം. അപ്പോൾ അടിക്കണ സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ അടിക്കണ സാധനം ഇവിടെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഒരു ഇഷ്ടികക്കല്ലിൻ്റെ പെയിൻ്റ് ഉണ്ടാക്കണം പണ്ടിട്ടതാണ് ഗൈസ് ഞാൻ. അപ്പം അതിന് ഞാൻ മിസ്സായിപ്പോയ സാധനം ഇതുപോലത്തെ ഒരു പാത്രമാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണണം ഗൈസ്. അത് നമുക്ക് ഈ പഴം നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. സോ ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ സ്മാഷ് ആക്കിയത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. വലിയ ജാമൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. തേൻ നമുക്ക് ശകലം ഒഴിക്കാം. അപ്പോൾ നമുക്ക് നേരെ ശകലം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും തേൻ മതി. ഇനി നമുക്ക് നേരെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഗൈസ്. അപ്പോൾ പോസ് ചെയ്ത് വയ്ക്കാം. സോ ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിനകത്തോട്ട് നമ്മുടെ സാധനം മാറ്റാം. ഓ ഗൈസ്, കണ്ട ഗൈസ്, കാണാൻ നല്ല രസമുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. നമുക്ക് തണുപ്പിച്ച് കഴിക്കണമെന്നൊന്നുമില്ല, പക്ഷെ നിങ്ങളൊന്ന് തണുപ്പിച്ച് കഴിച്ച് നോക്കുക ഗൈസ്, പൊളിയായിരിക്കും. അപ്പം ബൈ ബൈ. ആദ്യം ഞാൻ കഴിച്ച് നോക്കട്ടെ. ടേസ്റ്റ് കേട്ടോ, കൊള്ളാം. അപ്പോൾ ബൈ ബൈ.